തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് ലോകത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് തിരുവചനം എന്തു പറയുന്നു. അനേകർ ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്തുവിൻ്റെ വരവ് അടുത്തോ? ക്രിസ്തുവിൻ്റെ വരവിന് സമയമായോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും: അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉപേക്ഷിക്കപ്പെടേണ്ടതുപോലുള്ള ചില സംഭവങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ, ചില തർക്കങ്ങൾ, ചില വഴക്കുകൾ, ചില കേസുകൾ ഒക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണോ എന്ന് പോലും തോന്നിപ്പോവും. ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ചില വ്യക്തികളിൽ നിന്ന് പോലും ചില സഹനങ്ങൾ നാം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മൾ പിതാവിൻ്റെ പരിപൂർണതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. 2 തെസ്സലോനി 2-ാം അധ്യായം 7-ാം വാക്യം: അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി പിശാചിനെ അങ്ങനെ സൂചിപ്പിക്കുകയാണ്. ദൈവം അവനെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അവന് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരവസരം. കഴിഞ്ഞ ദിവസം പത്രത്തിലും വാട്സപ്പിലും ഒക്കെ വായിക്കാൻ ഇടയായി തീർന്നു, സാത്താനെ ആരാധിക്കുന്ന ദേവാലയങ്ങൾ ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും സാത്താനെ ആരാധിക്കുന്ന ഇടങ്ങളുണ്ട്. സാത്താൻ്റെ രൂപമുണ്ടാക്കി വാലും കൊമ്പും ഒക്കെ വെച്ച രൂപമാണ്. അങ്ങനെയുള്ള രൂപമുണ്ടാക്കി പ്രദക്ഷിണം നടത്തുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ചില അത്ഭുതങ്ങളും ചില അടയാളങ്ങളും ചില രോഗശാന്തികളും ഒക്കെ കാണുന്നു. ഏതിലാണ് വിശ്വസിക്കുന്നത്? അതിലാണോ വിശ്വസിക്കേണ്ടത്? ഇതിലാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? കഴിഞ്ഞ നാളിൽ യൂത്ത് ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരു പയ്യൻ ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് കിട്ടാനാണ്? എൻ്റെ കൂടെയുള്ള പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല, എന്നിട്ടും അവർ നന്നായി പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല ജോലിയുണ്ട്, അവർക്ക് നല്ല വരുമാനമുണ്ട്. ഞാൻ കുറേ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ അവർക്കുള്ള അത്ര അനുഗ്രഹം എനിക്കില്ല. ഞാൻ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഈ ലോകത്തിൽ ഉള്ള ചില ഭൗതികമായ നേട്ടങ്ങളെ മാത്രമാണോ നാം ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ അവർ ഒന്നിനും വില കൽപ്പിക്കുന്നില്ല. അവർ വിലയുള്ളതായി കാണുന്നത് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെയാണ്.
മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഭൂമിയിലെ നഷ്ടങ്ങളെ ഓർത്ത് കരയാതിരിക്കാൻ പറ്റുകയുള്ളൂ. സ്വർഗത്തെ ലക്ഷ്യമാക്കാത്തവൻ ഈ ലോകത്തിലെ നഷ്ടങ്ങൾ ഓർത്ത് നിലവിളിക്കുന്നവരും കരയുന്നവരുമാണ്. കഴിഞ്ഞ നാളിൽ വാട്സപ്പിലും പത്രത്തിലും ഒക്കെ വന്ന ഒരു വാർത്തയാണ്. 25 വയസ്സ് പ്രായമുള്ള മകൻ മരിച്ചപ്പോൾ മകൻ്റെ ശവമഞ്ചത്തിനരികിലിരുന്ന് ഒരമ്മ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്: നിങ്ങളാരും വിലപിക്കരുത്, നിങ്ങളാരും സങ്കടപ്പെടരുത്. എൻ്റെ മകൻ്റെ മരണം ഒരവസാനമല്ല, അത് ആരംഭമാണ്. അവനെ നിങ്ങൾ സങ്കടപ്പെട്ട് യാത്രയാക്കരുത്. 25-ാമത്തെ വയസ്സിൽ മകൻ അപകടത്തിൽ മരിച്ചപ്പോൾ അതൊരു നഷ്ടമാണെന്ന് തോന്നാത്ത ഒരമ്മ. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം നഷ്ടമാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് തോന്നിയിരുന്നുവെങ്കിൽ അമ്മയൊരിക്കലും മകനെ ആ കുരിശുമരണത്തിന് വിട്ടുകൊടുക്കുമായിരുന്നില്ല. തൻ്റെ മകനെ കുരിശുമരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരിക്കലും ഈ ലോകം പാപത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് മറിയത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് മകനിലൂടെ ലഭിച്ച ആ മകൻ്റെ സഹനം വഴി അമ്മയുടെ ഹൃദയത്തിലേറ്റ അമ്മയുടെ മനസ്സിൽ ലഭിച്ച സകല വേദനകളും, ആ ക്രൂശീകരണത്തിൻ്റെ വേദന മുഴുവനും അമ്മ മാനസികമായി അനുഭവിച്ച വ്യക്തിയാണ്. ആ വേദന മുഴുവനും പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന പരിശുദ്ധ അമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകുന്ന വേദനകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തകർന്നു പോകും. പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കാലമാണ്. അതുകൊണ്ട് 2 തെസ്സലോനി 2:3 പറയുകയാ: ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കത്തോലിക്കരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്യാഗമാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസ സത്യങ്ങളെ നിഷേധിക്കുക. വിശ്വാസത്യാഗം, വിശ്വാസ സത്യങ്ങളെ നിഷേധിക്കുക. പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൂദാശകളിലെ വിശ്വാസമില്ല, സഭയിലെ വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തീർന്നു പ്രിയരെ. വിശ്വാസം തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട 3 പ്രധാനപ്പെട്ട സംഗതികളാണ് വിശ്വാസം, ശരണം, ഉപവി. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എത്രമാത്രം തകർച്ചയിലാണെങ്കിലും, പാപത്തിലാണെങ്കിലും, തിന്മയിലാണെങ്കിലും, ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിലും പ്രത്യാശയുള്ള വ്യക്തിയാണ് എങ്കിൽ ഞാൻ രക്ഷപ്പെടും. ധൂർത്തപുത്രൻ ആ പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ അവന് പ്രത്യാശയുടെ ഒരു തരിമ്പുണ്ടായിരുന്നു. ഞാനിവിടുന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലും, എൻ്റെ പിതാവ് എന്നെ ഉപേക്ഷിക്കില്ല എന്ന ഒരു ചിന്ത ധൂർത്തപുത്രൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളും ചില തകർച്ചകളിലും എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില ദുശീലത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തിയാണ് എങ്കിലും എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല. എൻ്റെ കർത്താവ് ഒരു ദിവസം എന്നെ രക്ഷിക്കും. എൻ്റെ കർത്താവ് ഈ പാപത്തിൽ നിന്ന്, ഈ തിന്മയിൽ നിന്ന് പരിപൂർണമായൊരു വിടുതൽ എനിക്ക് തരും എന്ന് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പറ്റുന്ന നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകൂ.
തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ട്. നേരെ മറിച്ച് ജീവിതത്തിലുണ്ടാകുന്ന ഒരു തകർച്ച, ആ തകർച്ചയിലേക്ക് നോക്കി വിശ്വാസം നശിപ്പിച്ച് കളയരുത്. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരുണയുടെ ഫോട്ടോ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നാം സൂക്ഷിച്ചിട്ടുണ്ട്. യേശുവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. സിസ്റ്റർ ഫൗസ്റ്റീനായോട് കർത്താവ് ആവശ്യപ്പെട്ട കാര്യം ഏതാണ്? എൻ്റെ മക്കളോട് എന്നിൽ ശരണപ്പെടാനായിട്ട് അവരോട് ആവശ്യപ്പെടുക. അങ്ങനെ ദൈവത്തിലാണ് നാം ശരണപ്പെടുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് അവസാന നാളുകളിൽ വിശ്വാസത്യാഗമുണ്ടാകും. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ട്. എഫെസോസ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഇത് തിന്മയുടെ ദിനങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളെങ്ങനെയാണ് സമയം പ്രയോജനപ്പെടുത്തേണ്ടത്? നന്മ ചെയ്യാൻ പറ്റുന്നിടത്തോളം നന്മ ചെയ്യുക. അവസാന നാളുകളിൽ വലിയ ക്ലേശങ്ങളുണ്ടാകും എന്ന തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. 2 തിമോത്തി 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും, ആരായി സ്വാർത്ഥ സ്നേഹികൾ? എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ സുഖം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ, ഞാൻ പറഞ്ഞ അഭിപ്രായം പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എങ്കിൽ എതിർത്ത് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളുകളാണ് സ്വാർത്ഥ സ്നേഹികൾ. ധനമോഹികൾ, ധനത്തോടുള്ള താല്പര്യം, പണത്തോട് അമിതമായ താല്പര്യം, പണത്തിനു വേണ്ടി പ്രശ്നമുണ്ടാക്കുകയാണ്. പണം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ ബഹളമുണ്ടാക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരിയോട് സംസാരിക്കാനിടയായി തീർന്നു. സംസാരിക്കുമ്പോൾ ആ സഹോദരി പറയുകയാണ്, ഭർത്താവ് ഒരു ബിസിനസ് നടത്താനായിട്ട് ആഗ്രഹിച്ചു. ഈ ബിസിനസ്സിൻ്റെ കാര്യം ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അതത്ര നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭർത്താവ് പറഞ്ഞു, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഭർത്താവിൻ്റെ ആഗ്രഹമല്ലേ, ഇനി താനായിട്ട് എതിര് നിൽക്കണ്ട എന്ന് കരുതി ആ ഭാര്യ ഭർത്താവിൻ്റെ ആ ബിസിനസ്സിന് സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് പണമെല്ലാം ഉള്ള കിടപ്പാടം വിറ്റ് ആ പണം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചു. ബാങ്കിൽ നിന്ന് കുറേ ലോൺ എടുത്തു. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ നഷ്ടമായിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു വീട് പോലുമില്ല. ഈ വീടില്ലാത്ത സാഹചര്യത്തിൽ പലരും ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭാര്യയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ഭർത്താവിനൊരു നല്ല ഉപദേശം കൊടുത്ത് നിങ്ങളുടെ കുടുംബത്തെ നയിക്കാൻ പാടില്ലായിരുന്നോ? ആ ഭാര്യയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് നടത്തുക. ആ ബിസിനസ് നടത്തി വിജയിച്ചാൽ അതിൻ്റെ പങ്ക് ഞാനും എൻ്റെ മക്കളുമല്ലേ അനുഭവിക്കുന്നത്? ഈ ലോകത്തിലുള്ള ആരും അത് അനുഭവിക്കുന്നില്ലല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ അവകാശം എനിക്കാണ്, എൻ്റെ മക്കൾക്കാണ്. ആ ബിസിനസ്സിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചേനെ. ബിസിനസ്സിൽ എൻ്റെ ഭർത്താവ് പരാജയപ്പെട്ടതുകൊണ്ട് എനിക്കെൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. ഞാനും എൻ്റെ ഭർത്താവും കൂടി ആലോചിച്ച കാര്യമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്കത് വേണ്ട എന്ന്. പക്ഷേ ഭർത്താവ് പറഞ്ഞു അത് വേണമെന്ന്. അപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നു. ഈ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും തകർന്നു പോയപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമായതുകൊണ്ട്
നിങ്ങൾ ബിസിനസ് നടത്തിയിട്ട് എന്തായി എന്ന് ചോദിച്ച് ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ആ ഭർത്താവിന് എന്നോട് വലിയ സ്നേഹമാണ്. ഭർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നിനക്ക് സങ്കടമില്ലേ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട്? ആ സഹോദരി പറയുകയാ, വാടകയ്ക്ക് താമസിക്കുന്ന എനിക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു എന്നോർക്കണം, എല്ലാം നഷ്ടപ്പെട്ടതായി ബിസിനസ് മൂലം. പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും, അവരോടുള്ള ബന്ധം, അവരോടുള്ള സ്നേഹം, ഈ സമ്പത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്കൊരു വീഴ്ച സംഭവിച്ചതിൻ്റെ പേരിൽ ഞാൻ അവരെ ഒരിക്കലും ഒഴിവാക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ധനമോഹികളായിട്ടുള്ള ആളുകൾ ഭർത്താക്കന്മാർക്കൊരു വീഴ്ച സംഭവിച്ചാൽ ഭർത്താവിനെ ഒഴിവാക്കും. നമ്മുടെ കൂടെ ആർക്കെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അവരൊന്നും യോഗ്യരല്ല എന്ന് കരുതി ഒഴിവാക്കുകയാണ്. അവസാന നാളുകളിൽ ധനമോഹികളുണ്ടാകും. യൂദാസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു പാപിനിയായ സ്ത്രീ സുഗന്ധക്കൂട്ട് പൊട്ടിച്ച് കാലിലൊഴിച്ച്, വില കൂടിയ സുഗന്ധക്കൂട്ടാണ്, ആ കാലിലൊഴിച്ച് കാല് കഴുകി തുടയ്ക്കുമ്പോൾ, ആ സുഗന്ധം കർത്താവിൻ്റെ കാലിൽ പുരട്ടുമ്പോൾ യൂദാസ് പറയുന്നൊരു വാക്കുണ്ട്, ഇത് വിറ്റ് ആ കാശ് ദരിദ്രർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അവന് ദരിദ്രനോട് താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അവൻ കുറേശ്ശെ ആ പണസഞ്ചിയിൽ നിന്ന് കൈയിട്ട് വാരിയിരുന്നു. അവൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പാവങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നിപ്പോവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആഴമായി ചിന്തിക്കുന്നത് നല്ലതാണ്. ധനമോഹമാണോ നമ്മളെ നയിക്കുന്നത് എന്നാണ്. അഹങ്കാരികൾ അവസാന നാളുകളിലുണ്ടാവും. ആരെയും അനുസരിക്കുകയല്ല, ധിക്കാരപൂർവം പെരുമാറുകയാണ്. ഗർവിഷ്ഠര്, അഹങ്കാരികൾ, ദൈവദൂഷകര്, ദൈവത്തെ ദുഷിക്കുക, സഭയെ ദുഷിക്കുക, വൈദികരെ, സഭാപിതാക്കന്മാരെ, മാർപ്പാപ്പയെ, ദൈവത്തെ, ദൈവിക സംവിധാനങ്ങളെ ഒക്കെ ദുഷിക്കുന്ന ആളുകളുണ്ടാകും. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, നന്ദിയില്ലാത്തവർ, വിശുദ്ധിയില്ലാത്തവർ, അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അപ്പോൾ അവസാന നാളുകളിൽ ഈ രീതിയിലുള്ള മനുഷ്യരുണ്ടാവും. അവരെ കണ്ട് അവരുടെ കൂടെ ചേർന്ന് നിന്ന് വിശ്വാസം നശിപ്പിച്ച് കളയരുതേ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 24:32 നമ്മൾ ഇപ്രകാരം വായിക്കും, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവർ സമീപത്ത് വാതിക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. അതെ, കർത്താവിൻ്റെ വരവ് അടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവിൻ. 1 തെസ്സലോനി 5:3 പറയുകയാണ്, സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എപ്പോഴാണ് ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാവുക എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഒരു ഡേറ്റ് പറയുകയാണ്. മെയ് മാസം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ അവസാനമാകുമ്പോഴേക്കും വേദനയുണ്ടായി ആൾ പ്രസവിച്ച് കഴിഞ്ഞിരിക്കുന്നു. 15 ഡേറ്റ്. ഇപ്പോൾ 15 വരെയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആകാമെന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധയില്ലാതെ ജീവിച്ചാൽ കുഞ്ഞ് മരിച്ചു പോകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, സൃഷ്ടപ്രപഞ്ചം
ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അവനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം. സൃഷ്ടപ്രപഞ്ചം പോലും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് കാത്തിരിക്കുകയാണ്. ഒരു വെളിപാട് ലഭിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഗതി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പസ്തോലന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം 3-ാം വാക്യം. അവർ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവമാണെന്ന് പറഞ്ഞ് പലരും വരുന്ന കാലഘട്ടം. ഞാൻ ദൈവമാണ്, ഞാൻ ഒരിക്കലും മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് കത്തോലിക്ക സഭയിൽ നിന്ന് പോലും ആളുകളെ വഴിതെറ്റിച്ച് കൂട്ടിക്കൊണ്ടുപോയി ചില കൂട്ടായ്മകളൊക്കെ തുടങ്ങിയിട്ടുള്ള വ്യക്തി പോലും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാന നാളുകളിൽ ഇങ്ങനെയുള്ള ചില അബദ്ധ സിദ്ധാന്തങ്ങളും നമുക്ക് കാണേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1 കൊറിന്തോസ് 15 നാം ഇങ്ങനെ വായിക്കുകയാണ്, ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണ് ഇമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷമരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. അതായത് മരിച്ചുപോയവരെല്ലാവരും അങ്ങ് ഉയർത്തെഴുന്നേക്കും. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം അവരുടെ ശരീരം പോലെ പെട്ടെന്ന് രൂപാന്തരപ്പെടും. അങ്ങനെ കർത്താവ് മേഘങ്ങളിൽ ഇറങ്ങി വരും. അവനോടൊപ്പം സ്വർഗത്തിലേക്ക് നമ്മൾ യാത്രയാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രത്യാശയോടെ നാം ജീവിക്കണം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:2 നാം ഇങ്ങനെ വായിക്കുകയാണ്, ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തുവെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാന നാളുകളിൽ പല പീഡനങ്ങളും ഞെരുക്കങ്ങളും വിശ്വാസത്യാഗവും ഉണ്ടാകും. ബൈബിളിൽ നാം വീണ്ടും വായിക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 4-ാം വാക്യം. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നും പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുക്കമുള്ളവരായി നാം ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. 1 യോഹന്നാൻ 2, കുഞ്ഞുമക്കളെ, ഇത് അവസാന മണിക്കൂറാണ്. ഇത് അവസാന മണിക്കൂറാണ്. അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസം ത്യജിക്കപ്പെടുന്നത് പോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില വ്യക്തികളുടെയോ ചില സമൂഹത്തിൻ്റെയോ പ്രവൃത്തി കണ്ട് നാം തകർന്നു പോകരുത്. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ വരവിനുള്ള അടയാളമാണെന്ന് മനസ്സിലാക്കി വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. കൃപയിൽ നമുക്ക് വളരാം. ഒന്നും നമ്മളെ തളർത്താതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ ദിനങ്ങൾ ഉണ്ടാകും എന്ന് അവിടുന്ന് പറഞ്ഞു. അന്ന് സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികൾ, ധിക്കാരികൾ, അഹങ്കാരികൾ, ഗർവിഷ്ഠർ ഒക്കെ ഉണ്ടാകും. വിശ്വാസത്യാഗമുണ്ടാകും. അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. കർത്താവേ, അതിനെയെല്ലാം അതിജീവിച്ച് വിശ്വാസം നഷ്ടപ്പെടാതെ അങ്ങിൽ ആശ്രയിച്ച് സ്വർഗം പ്രാപിക്കുവാനുള്ള കൃപ
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.